ഫ്യൂച്ചറിൽ പ്രോഗ്രാമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറുടെ എക്സ്പീരിയൻസ് വിലയിരുത്തുന്നത് എപ്പോഴും നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് എറേഴ്സ് സോൾവ് ചെയ്യുന്ന ആ ഒരു നോളേജിലാണ്. ഒരിക്കലും കോഡ് എഴുതുക എന്ന് പറയുന്നത് ആർക്കും കോഡ് എഴുതാൻ പറ്റും. അത് ഈ പറയുന്ന പോലെ ടൂളുകളും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ കോഡിൽ വരുന്ന എറേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു നോളേജ് വേണം, ഡീബഗിങ് നോളേജ് കാര്യങ്ങളെല്ലാം വേണം. അത് ഒരിക്കലും നമുക്ക് എന്താ പറയുക ഇതേപോലത്തെ AI ടൂളുകളോ കാര്യങ്ങളോ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഒരിക്കലും ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു ടൂളോ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഈസി ആക്കുന്ന ഒരു ടൂളുകളോ കാര്യങ്ങളൊന്നും ഒരു ബിഗിനർ ലെവലിൽ നമ്മൾ കൊടുക്കുന്നില്ല. ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പറയുന്നത് അങ്ങനെ തന്നെ. ഇപ്പോൾ വരുന്ന പാടെ എല്ലാവരും ആദ്യം ChatGPT എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോഡ് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ChatGPT കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്താശേഷിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചിന്തിച്ചിട്ട് കണ്ടെത്തേണ്ട കാര്യങ്ങളെല്ലാം ChatGPT നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്തും. നമ്മളൊരു എറർ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നതെല്ലാം ChatGPT ഈസി ആയിട്ട് തരിക എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് ടൈം ഇഷ്ടം പോലെ നമുക്ക് ലാഭിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നാളെ ഫ്യൂച്ചറിൽ ഇതുവരെ ChatGPTക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എറർ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും ഇനീഷ്യലി നമ്മൾ ChatGPT യൂസ് ചെയ്തിട്ടാണ് കോഡിങ് പഠിക്കുന്നത് വെച്ചാൽ നമുക്ക് പിന്നെ കണ്ടെത്താൻ കഴിയില്ല.